ഇത് YP1-ലും YP2-ലും സെയിം ആണ്. എക്സോസ്റ്റ് ഫ്ലാഞ്ചിൻ്റെ ഏകദേശം എന്താ ഈ ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹലോ ആൻഡ് വെൽക്കം ടു ബോസ് ഗരാജ്. യമഹ RX കിങ്ങിൻ്റെ കാർബറേറ്റർ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും എങ്ങനെ തിരിച്ചറിയാം എന്നൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. അതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. RX കിങ്ങിൻ്റെ സിലിണ്ടർ കിറ്റ് ഒറിജിനൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? കാരണം ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഇന്തോനേഷ്യയിൽ തന്നെയാണെങ്കിൽ പോലും ഡ്യൂപ്ലിക്കേറ്റ് ഒരുപാട് അവൈലബിൾ ആണ്. കൂടുതലും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാനും സാധിക്കില്ല. കാരണം യമഹയുടെ ജെനുവിൻ പോലത്തെ പാക്കിങ്ങിലാണ് അത് വരുന്നത്. എന്നാൽ ഒറിജിനൽ സിലിണ്ടർ കിറ്റിൽ മാത്രമുള്ള ചില പ്രത്യേകതകളുണ്ട്, ചില മാർക്കിങ്സ്. അത് വെച്ച് നമുക്ക് ഒറിജിനൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ മുമ്പിലുള്ളത് RX കിങ്ങിൻ്റെ 2 സിലിണ്ടർ കിറ്റാണ്. രണ്ടും ഒറിജിനലാണ്, ഡ്യൂപ്ലിക്കേറ്റ് എൻ്റെ കയ്യിലില്ല. ഒന്ന് YP1, ഒന്ന് YP2. ഇപ്പം നമ്മുടെ നാട്ടിൽ RX 135-ന് E1, E2, E3, E4 ബോറുകളുള്ള പോലെ, അല്ലെങ്കിൽ RX 100-ന് ആദ്യകാലത്തെ Y1, Y2, അല്ലെങ്കിൽ പിന്നീട് വന്ന G1 തൊട്ട് G4 വരെയുള്ള പല സീരീസിലുള്ള ബോറുകൾ പോലെ RX കിങ്ങിനും പല സീരീസ് വന്നിട്ടുണ്ട്. പഴയ Y1, Y2 ജാപ്പനീസ് സീരീസ് വന്നിട്ടുണ്ട്. 29N100 അല്ലെങ്കിൽ 29N സീരീസിൽ വന്ന സിലിണ്ടർ കിറ്റുകളുണ്ട്. ഇപ്പോൾ അവസാനത്തെ RX കിങ്ങിൻ്റെ സിലിണ്ടർ കിറ്റിൻ്റെ സീരീസാണ് 3KAH20. അതിൽ തന്നെ 2 കോഡ്സ് വരുന്നുണ്ട്, YP1-ഉം YP2-ഉം. ഇത് രണ്ടും തമ്മിൽ ഉള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല. കാരണം കാഴ്ചയിൽ ഒരു ഡിഫറൻസും ഇല്ല. ഇത് ഉപയോഗിച്ചവർ പറയുന്നില്ല രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന്. എന്നാൽ ചിലർക്ക് തർക്കവുമുണ്ട്. YP1 ഈസ് ബെറ്റർ ദാൻ YP2. ചിലർ പറയുന്നത് YP2 ഈസ് ബെറ്റർ ദാൻ YP1. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം അതൊരു നെവർ എൻഡിങ് സ്റ്റോറിയാണ്. നമ്മുടെ നാട്ടിൽ പല സിലിണ്ടർ കിറ്റിനെ പറ്റി ഇതുപോലത്തെ പല തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമുക്കാദ്യം അപ്പോൾ അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. YP1, YP2. നമ്മൾ ആദ്യം നോക്കുമ്പോൾ തന്നെ ബോറിനുള്ളിൽ 2 ബ്രൗൺ പേപ്പേഴ്സ് ഇരിക്കുന്നത് കാണാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തരം പ്രിസർവേഷൻ പേപ്പറാണ്. ഫെറോ ഗാർഡ് എന്നാണ് ഈ പ്രിസർവേഷൻ പേപ്പറിൻ്റെ പേര്. ഇത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, ഈ ബോറിനുള്ളിൽ ഒരു കാരണവശാലും ഓക്സിഡേഷൻ വരാതിരിക്കാൻ, അതായത് നമ്മളിത് സ്റ്റോർ ചെയ്തിരിക്കുന്ന സമയത്ത് ഓക്സിഡേഷൻ വരാതിരിക്കാൻ വേണ്ടി കമ്പനിയിൽ നിന്നും പാക്ക് ചെയ്യുമ്പോൾ അവർ വെക്കുന്നൊരു പ്രിസർവേഷൻ പേപ്പറാണ്. ഡ്യൂപ്ലിക്കേറ്റിൽ ഇത് വരാറില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ബുക്ക് പൊതിയുന്ന ബ്രൗൺ പേപ്പർ വെറുതെ കട്ട് ചെയ്ത് വെക്കാറേ ഉള്ളൂ. അതുകൊണ്ട് പ്രയോജനവുമില്ല. അപ്പോൾ ഇതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഇതിലെ മാർക്കിങ്സ് ഞാൻ കാണിച്ചു തരാം. ലെഫ്റ്റ് സൈഡിലായിട്ടാണ്, അതായത് ഇത് ഇൻലെറ്റ് സൈഡ്, ഇത് എക്സോസ്റ്റ് സൈഡ്, ഇത് ലെഫ്റ്റ്, ഇപ്പുറത്തെ റൈറ്റ്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് 3KA20 അല്ലെങ്കിൽ 132 cm3 ഈ 2 മാർക്കിങ്സ് വരുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ YP1 മാർക്കിങ് വരും. അതിനോടൊപ്പം തന്നെ എംബോസ് ചെയ്ത ഒരു റൗണ്ട് മാർക്കിങ് കാണാം. അതിൻ്റെ നടുക്ക് കൂടി ഒരു കട്ടും എന്തോ ഒരു ആൽഫബറ്റും ഒരു നമ്പറും പഞ്ച് ചെയ്തിരിക്കുന്നതും കാണാം. അത് ചിലപ്പോൾ എന്തെങ്കിലും മാനുഫാക്ചറിങ് കോഡോ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്ത മന്തോ വീക്കോ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കോഡായിരിക്കാം. പക്ഷേ ഇത് ഡ്യൂപ്ലിക്കേറ്റിൽ ഇത് ഉണ്ടാവാറില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇത് ബ്ലാങ്ക് ആയിരിക്കും. ചിലപ്പോൾ ഈ റൗണ്ട് എംബോസിങ് കാണില്ല. ഉണ്ടെങ്കിൽ അതിൽ ആ ആൽഫബറ്റും നമ്പറും പഞ്ച് ചെയ്തിട്ടുണ്ടാകത്തില്ല. ഇത് YP1-ലും YP2-ലും സെയിം ആണ്. YP2-ലെ 3KA20 മാർക്കിംഗ് 132 cm3. അതുപോലെ ഇപ്പുറത്ത് YP2 മാർക്കിംഗ്. ഇവിടെയും ആ എംബോസിങ് ഉണ്ട്, ആ റൗണ്ട് എംബോസിങ്. അതിൻ്റെ നടുക്കൂടെ ഒരു കട്ട്, അതിൽ ഒരു ആൽഫബറ്റും ഒരു നമ്പറും. അത് രണ്ടിലും ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റിൽ അത് പൊതുവെ വരാറില്ല. വന്നാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൽഫബറ്റോ ഡിജിറ്റോ പഞ്ച് ചെയ്തിട്ടുണ്ടാവത്തില്ല. അടുത്തത് എക്സോസ്റ്റ് ഫ്ലാഞ്ചിൻ്റെ ഏകദേശം എന്താ ഈ ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 4 ഡിജിറ്റ് നമ്പർ പഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം.
ഇവിടെയായിട്ട്. അത് ഒറിജിനൽ മാത്രമേ ആ പഞ്ചിങ് വരാറുള്ളൂ. അതെന്താണ്, എന്തെങ്കിലും പ്രൊഡക്ഷൻ ബാച്ച് കോഡോ മറ്റോ ആയിരിക്കും. എന്താണ് ആ നമ്പർ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒറിജിനൽ മാത്രമേ ആ പഞ്ചിങ് വരാറുള്ളൂ. അത് ഓരോ സിലിണ്ടർ കിറ്റിലും ഓരോ നമ്പർ ആയിരിക്കും. ചിലപ്പോൾ 3 ഡിജിറ്റ് ആകാം, കൂടുതലും 4 ഡിജിറ്റാണ് കണ്ടിട്ടുള്ളത്. 2 സിലിണ്ടർ കിറ്റിലും ഒരേ നമ്പർ ആകണമെന്നില്ല. ഇപ്പോൾ ഇതിൽ 1449 ആണ് YP1 വന്ന പഞ്ചിങ്. YP2 1495. ചിലപ്പോൾ വേറെ സിലിണ്ടർ കിറ്റ് വാങ്ങുമ്പോൾ അതിൽ വേറെ പഞ്ചിങ് ആയിരിക്കും. ഇതെന്താണ് അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഒറിജിനലിൽ മാത്രമേ ആ നമ്പർ പഞ്ചിങ് വരാറുള്ളൂ. ഇനിയുള്ളത് മെഷീനിങ്. ഇത് നമ്മുടെ ക്രാങ്ക് കേസുമായിട്ട് മേറ്റ് ചെയ്യുന്ന സർഫസ്. ഇവിടെ മെഷീൻ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ റീഡ് വാൽവിൻ്റെ മാനിഫോൾഡിൻ്റെ ഈ ഭാഗത്ത് ഒരു പകുതി വരെ ഈ മെഷീനിങ് ഒന്ന് കയറി വന്നിരിക്കുന്നത് കാണാം. ഒറിജിനലിൽ മാത്രമേ അങ്ങനെ വരാറുള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് പൊതുവെ ഇവിടേക്ക് മെഷീനിങ് വരാറില്ല. ചില ഡ്യൂപ്ലിക്കേറ്റിൽ ഇവിടെ കംപ്ലീറ്റ് മെഷീൻ ചെയ്തിരിക്കുന്നതും കാണാം. ഒറിജിനലിൽ കറക്റ്റ് പകുതി വരെ മാത്രമേ ആ മെഷീനിങ് വരത്തുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഏകദേശം പകുതി വരെ മാത്രം. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ മെഷീനിങ് ക്വാളിറ്റി ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റിന് ഒറിജിനലിൻ്റെ അത്രയും വരില്ല. അത് നിങ്ങൾക്ക് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും അടുത്തടുത്തിരുന്ന് കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഇവിടെ അത് കാണിക്കാനില്ലാത്തതുകൊണ്ട് ഞാനത് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അടുത്തത് ഇവിടെ 3KA20 132 cm³ എന്നുള്ള മാർക്കിംഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ നേരെ താഴേക്ക് പോവുക. ഇതാ ഈ ലൈനർ ഇവിടെ വന്ന് ജോയിൻ ആകുന്ന സ്ഥലം, ഈ ഭാഗം. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ശരിക്കും കാണാൻ സാധിക്കുന്നുണ്ടാവില്ല. അവിടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ 3KA എന്ന എൻഗ്രേവിങ് കാണാം ഈ ലൈനറിൽ. അത് പക്ഷേ പൗഡർ കോട്ടിങ് ചെയ്ത് അതൊന്ന് മറഞ്ഞു പോയിട്ടുണ്ട്. ആ പൗഡർ കോട്ടിങ് നിങ്ങൾ കളഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ സിലിണ്ടർ കിറ്റിൽ 3KA എന്ന എൻഗ്രേവിങ് കാണാൻ സാധിക്കും. ഡ്യൂപ്ലിക്കേറ്റിൽ അതൊരിക്കലും വരാറില്ല. അതുപോലെ YP1 YP2 എന്ന ഓപ്പോസിറ്റ് സൈഡ്, അവിടെയും ആ ലൈനറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തോ ഒരു ആൽഫബറ്റോ നമ്പറോ എൻഗ്രേവ് ചെയ്തിരിക്കുന്നത് കാണാം. മിക്കവാറും ഈ റൗണ്ട് എംബോസിങ്ങിലെ നമ്പറും ആൽഫബറ്റും തന്നെ ആവാം. പക്ഷെ അത് ശരിക്കും കാണാൻ സാധിക്കുന്നില്ല. നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ എൻഗ്രേവിങ് കാണാം. അതും ഒറിജിനലിൽ മാത്രമേ വരാറുള്ളൂ. പിന്നീടുള്ളത് മുകളിലെ ഈ മെഷീനിങ്. ഇത് ഒറിജിനലിന് ഇപ്പം നമ്മളിങ്ങനെ വിരലോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിഫറൻസും അറിയാൻ സാധിക്കില്ല. ഈ അലൂമിനിയവും മറ്റേ ലൈനറും തമ്മിൽ അത് രണ്ട് മെറ്റീരിയലാണെന്ന് പോലും നമുക്ക് കൈ ഓടിച്ച് നോക്കിയാൽ മനസ്സിലാവില്ല. പക്ഷേ ഡ്യൂപ്ലിക്കേറ്റിൽ പലപ്പോഴും അവിടെ ആ ഒരു വേരിയേഷൻ വരാറുണ്ട്. എനിക്ക് തോന്നുന്നു ആ ലൈനേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തത് പ്രോപ്പർ ആകാത്തത് കൊണ്ടാവാം. ഇവിടെ തൊട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ്, ഒരു ചെറിയൊരു ഹൈറ്റ് ഡിഫറൻസ് ഫീൽ ചെയ്യും. അടുത്തതായി പലരും പറയുന്നൊരു കാര്യമാണ്, അത്രയ്ക്ക് ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. ഈ ഫിൻസിൻ്റെ തിക്നെസ്, അത് ഡ്യൂപ്ലിക്കേറ്റിന് പലപ്പോഴും ഇത്രയും തിക്നെസ് വരാറില്ല. കുറേ കൂടെ തിന്നറായിരിക്കും. അതുപോലെ ഈ മെഷീനിങ് അത്ര പ്രോപ്പർ ആയിരിക്കില്ല. അതുപോലെ ഡ്യൂപ്ലിക്കേറ്റിൽ ഫിൻസ് തിന്നറായതുകൊണ്ട് തന്നെ ഈ ഗ്യാപ്പും ഒരല്പം കൂടുതലായിരിക്കും. അത് പക്ഷേ നമുക്ക് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും സൈഡ് ബൈ സൈഡ് വെച്ച് നോക്കിയാലേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. ഇപ്പോൾ മറ്റു കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. അടുത്തത് ഈ എക്സോസ് ഫ്ലാഞ്ചിൻ്റെ താഴെയായി ഈ ഭാഗത്ത് നിങ്ങൾക്ക് പെർമനൻറ്റ് മാർക്കർ വെച്ച് എഴുതിയിരിക്കുന്നത് കാണാം. ഇതിൽ B എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഇതിൽ ചെറുതായി C എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അത് മറ്റൊന്നുമല്ല, എത്രയൊക്കെ ആയാലും ഒരു മാനുഫാക്ചറിങ് ഒരേ സാധനം കുറേ അധികം ഉണ്ടാക്കുമ്പോൾ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ടോളറൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മെഷീൻ ചെയ്ത് കഴിഞ്ഞ് ഇവർ ബോർ മെഷർ ചെയ്യും. ബോർ മെഷർ ചെയ്തിട്ട് അത് 2 or 3 റേഞ്ച് ഓഫ് വാല്യൂസിലായിട്ടായിരിക്കും അവർ തരംതിരിക്കുന്നത്. അതുകൊണ്ടാണ് ABC എന്ന മാർക്കിങ് വരുന്നത്. ഇതൊക്കെ തമ്മിൽ ചിലപ്പോൾ ഒരു 0.05 mm ഡിഫറൻസേ കാണത്തുള്ളൂ. പക്ഷേ ആ ഡിഫറൻസ് പോലും ഒരു കാരണവശാലും പിസ്റ്റണും ബോറും തമ്മിലുള്ള ക്ലിയറൻസിനെ അഫക്റ്റ്
ചെയ്യരുതെന്ന് യമഹയ്ക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പിസ്റ്റൺസും അവർ മെഷർ ചെയ്യാറുണ്ട്. പിസ്റ്റൺസും മെഷർ ചെയ്ത് പിസ്റ്റൺസിലും ഓരോ കോഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ RxGയുടെയൊക്കെ സർവീസ് മാനുവൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള മാർക്കിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് പല കളറിലുള്ള ഡോട്ടുള്ള പിസ്റ്റൺ യൂസ് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇതിലിപ്പോൾ ഞാൻ 2 പിസ്റ്റണും കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സിലിണ്ടർ കിറ്റിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന പിസ്റ്റൺസ്. ഒറിജിനൽ യമഹ ജെനുവിൻ വരുന്നത് FIM പിസ്റ്റൺസ് ആണ്, ഫെഡറൽ ഇസൂമി മാനുഫാക്ചറിങ്. ഇതിലകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അകത്ത് യമഹ 3KA ഇസൂമി എന്ന് കാണാം. ഇസൂമി ഒരു ജാപ്പനീസ് കമ്പനിയാണ്. അവർ ഇന്തോനേഷ്യയിൽ മാനുഫാക്ചറിങ് തുടങ്ങിയപ്പോൾ FIM എന്ന പേര് സ്വീകരിച്ചു, ഫെഡറൽ ഇസൂമി മാനുഫാക്ചറിങ്. അപ്പോൾ ഇതിലും നമുക്ക് 2 ഗ്രീൻ ഡോട്ട് കാണാം. പൊതുവേ ഡിഫറെൻറ്റ് കളേഴ്സാണ് വരേണ്ടത്. എനിക്ക് തോന്നുന്നു ഇനി അതായിരിക്കില്ല അവർ ഉദ്ദേശിക്കുന്നത്. ഈ മാർക്കിങ് ഇതിൽ ഓരോ ആൽഫബറ്റ്സ് പഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. പഞ്ചിങ് അല്ല, മാർക്കിങ്, എയും ബിയും. ചിലപ്പോൾ അത് കോറിലേറ്റ് ചെയ്ത് വേണം നമ്മൾ ഈ സിലിണ്ടേഴ്സിൽ ഈ പിസ്റ്റൺസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള ചാർട്ട് ഇപ്പോൾ ലഭ്യമല്ല, കാരണം ഏറ്റവും പുതിയ സീരീസ് RX കിങ്ങിൻ്റെ സർവീസ് മാനുവലോ ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ അത് ഞാൻ നോക്കിയിട്ട് അത് അവൈലബിൾ ആവുകയാണെങ്കിൽ ഞാൻ പിന്നീടൊരു വീഡിയോയുടെ കൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളൊരു ഒറിജിനൽ സിലിണ്ടർ കിറ്റ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രം സിലിണ്ടർ കിറ്റ് വാങ്ങുക. കഴിവതും പുതിയത് തന്നെ വാങ്ങുക. കാരണം യൂസ്ഡ് സിലിണ്ടർ കിറ്റ് നമുക്ക് കണ്ടീഷൻ അറിയാൻ സാധിക്കില്ല. അതുപോലെ അത് ഒരുപാട് ഓൾഡ് സീരീസ് ആണെങ്കിൽ ഇതുപോലുള്ള മാർക്കിങ്സ് അതിലുണ്ടാവണമെന്നുമില്ല. കഴിവതും പുതിയ സിലിണ്ടർ കിറ്റ് തന്നെ വാങ്ങുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. So thanks for watching Bose Garage. See you soon with another video.